എല്ലാവർക്കും മൈക്രോബയോട്ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസ്കോപ്പി എന്ന ടോപ്പിക്കാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, അതിൻ്റെ വർക്കിംഗ് ഒക്കെയാണ് നമ്മൾ അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിനെയൊക്കെ പറ്റിയിട്ടാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്ലാസ്. ഫസ്റ്റ്, ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് മൈക്രോസ്കോപ്പി? ഫാദർ ഓഫ് മൈക്രോസ്കോപ്പി ആരാണ്? ഫാദർ ഓഫ് മൈക്രോസ്കോപ്പി. മൈക്രോസ്കോപ്പി കണ്ടുപിടിച്ചത് ആന്റണി വാൻ ലീവൻ ഹുക്ക് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജി എന്ന ഒരു പോർഷനിൽ, ആ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആന്റണി വാൻ ലീവൻ ഹുക്ക് ആണ് ഫാദർ ഓഫ് മൈക്രോസ്കോപ്പി. അത് ലീവൻ ഹുക്കിൻ്റെ മൈക്രോസ്കോപ്പ് ആയിരുന്നു. അതിൽ നിന്നൊക്കെ ഇന്നത്തെ മൈക്രോസ്കോപ്പിലേക്ക് വന്നിരിക്കുന്നത് ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു അൾട്രാ മോഡേൺ മൈക്രോസ്കോപ്സ് ആണെന്ന് പറയാം. ലൈറ്റ് മൈക്രോസ്കോപ്സിനെ ക്രിയേറ്റ് ചെയ്തത് ജോസഫ് ജാക്സൺ ലിസ്റ്റർ എന്ന സയൻറ്റിസ്റ്റാണ്. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പ് പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ ലൈറ്റ് മൈക്രോസ്കോപ്പി ഉണ്ട്. അതായത് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ പറയുകയാണെങ്കിൽ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്, ഫേസ് കോൺട്രാസ്റ്റ്, ഡിഫറൻഷ്യൽ മൈക്രോസ്കോപ്പ്, ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ്, കൺഫോക്കൽ സ്കാനിങ് മൈക്രോസ്കോപ്പ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് മൈക്രോസ്കോപ്സ് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ വരുന്നുണ്ട്. ഫസ്റ്റ് വണ്ണാണ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ഈ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ കുറേ പാർട്സ് ഉണ്ട്. ഈ പാർട്സ് എല്ലാം നമ്മൾ ഓർത്തിരിക്കണം. ഫസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഐ പീസ് അല്ലെങ്കിൽ ഓക്കുലാർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാമായിരിക്കും ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഫിഗർ എൻ്റെ ഈ ഒരു വാട്ടർ മാർക്കിൽ കിടപ്പുണ്ട്. അതിൽ നമ്മൾ ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ, മൈക്രോസ്കോപ്പിലേക്ക് നോക്കുന്ന ഏരിയ, ഈ ഒരു ഏരിയ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓക്കുലാർ അല്ലെങ്കിൽ ഐ പീസ് എന്ന് വിളിക്കുന്നത്. യൂഷ്വലി ഈ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്സിൻ്റെയൊക്കെ ഐ പീസ് എങ്ങനെ ആയിരിക്കും? ഒരു 10x ഉള്ളത്. അതേപോലെ തന്നെ ഇത് മോണോക്കുലാറും ഉണ്ട്, ബൈനോക്കുലാറും ഉണ്ട്. മോണോക്കുലാർ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഐ പീസ് ആയിരിക്കും. ബൈനോക്കുലാർ എന്ന് പറയുമ്പോൾ ഹാവിങ് 2 ഐ പീസസ്, 2 ഐ പീസ് കാണും. ഈ ഒരു ഗേൾ ഇരുന്ന് നോക്കുന്നതിന് ആ ഒരു ഇമേജിലും നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. അതെന്താണ്? ബൈനോക്കുലർ ആണ്. പക്ഷേ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ മോണോക്കുലർ ആണ്. അതാണ് 2 ടൈപ്പ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്സിൻ്റെ വരുന്നത്. നെക്സ്റ്റ് ഐ പീസ് ട്യൂബ്. ഐ പീസ് ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ പീസിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ട്യൂബിനെയാണ് ഐ പീസ് ട്യൂബ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണോക്കുലാറും കാണാം, ബൈനോക്കുലാറും കാണാം. 2 ടൈപ്പ് മൈക്രോസ്കോപ്സും നിങ്ങൾക്ക് കാണാം. മോണോക്കുലാർ മൈക്രോസ്കോപ്പും കാണാം, ബൈനോക്കുലാർ മൈക്രോസ്കോപ്പും ഇവിടെ കാണാം. ഇതിൽ തന്നെ ഈ മൈക്രോസ്കോപ്പിൽ ഇതാണ് ഐ പീസ്, ഇതാണ് ഐ പീസ് ട്യൂബ്. ദെൻ ഈ ലെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ജക്റ്റീവ് ലെൻസ്. ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. പിന്നെ ഇവിടെ നമ്മുടെ എന്തുണ്ട്? കണ്ടൻസർ ലെൻസ് ഉണ്ട്. ഈ ഒരു പോർഷനിൽ കണ്ടൻസർ ലെൻസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ലെൻസസ് എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുന്ന ലെൻസസ്. ഇത് ഈ ഒരു ഏരിയയിൽ സാമ്പിളിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ളത്. അത് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന, സാധാരണ നമ്മൾ ഉള്ള മൈക്രോസ്കോപ്പിലൊക്കെ 3 എണ്ണമാണുള്ളത്. അത് 10 to 100x ഏതായാലും വേരി ചെയ്ത് വരും. നമ്മളിപ്പോൾ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത് 10x, 40x, 100x. ഈ 100x എന്ന് പറയുന്നത് ഓയിൽ ഇമേർഷൻ മൈക്രോസ്കോപ്പ് ആണ്. ഓക്കെ, 100 ഓയിൽ ഇമേർഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. ദി ടോട്ടൽ മാഗ്നിഫിക്കേഷൻ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഓക്കുലാർ ലെൻസ് ആൻഡ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഓക്കുലാർ മാഗ്നിഫിക്കേഷൻ്റെയും ഒബ്ജക്റ്റീവ് മാഗ്നിഫിക്കേഷൻ്റെയും പ്രൊഡക്റ്റിനെയാണ് ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കുലാറിൻ്റെയും ഒബ്ജക്റ്റീവിൻ്റെയും പ്രൊഡക്റ്റിനെയാണ് ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ പീസിനെയാണ് നമ്മൾ ഓക്കുലാർ എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഐ പീസിൻ്റെ മാഗ്നിഫിക്കേഷൻ 10x ആണെങ്കിൽ ഒബ്ജക്റ്റീവ് 40x ആണെങ്കിൽ 10 × 40 400x ആയിരിക്കും ടോട്ടൽ മാഗ്നിഫിക്കേഷൻ. നെക്സ്റ്റ് നോസ് പീസ്. നോസ് പീസ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹോൾഡറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോസ് പീസ് എന്ന്. പിന്നീട് നമുക്ക് 2 അഡ്ജസ്റ്റ്മെന്റ് നോബ്സ് ഉണ്ട്. ഒന്ന് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബും ഒന്ന് കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബും. ദെൻ സ്റ്റേജ് ഉണ്ട്. സ്റ്റേജിലാണ് നമ്മൾ സാമ്പിൾ വെക്കുന്നത് അല്ലെങ്കിൽ സ്ലൈഡ് വെക്കുന്നത്, ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ആ ഒരു സ്റ്റേജിലായിരിക്കും
കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് മെക്കാനിക്കൽ സ്റ്റേജ് ആയിരിക്കും. നമുക്ക് മൂവ് ചെയ്യാനും മൂവ് ഡൗൺ ചെയ്യാനും അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും ഒക്കെ പറ്റുന്ന ടൈപ്പിലുള്ള സ്റ്റേജസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അപ്പർച്ചർ. ഈ മൈക്രോസ്കോപ്പിന്റെ സ്റ്റേജിന്റെ നടുക്കായിട്ട് മിഡിലായിട്ട് ഒരു ഹോള് നമ്മൾ കാണുന്നുണ്ട്. ഈ ഹോളിൽ കൂടെയാണ് ലൈറ്റ് റേസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ അപ്പർച്ചർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് മൈക്രോസ്കോപ്പിക് ഇലുമിനേറ്റർ. ഈ മൈക്രോസ്കോപ്പിക് ഇലുമിനേറ്റർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയൊക്കെ ചില മൈക്രോസ്കോപ്പിൽ താഴെ ഒരു മിറർ കാണാറുണ്ട് ലൈറ്റിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിന് പകരം ഒരു ഇലുമിനേറ്റർ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, മിററിന് പകരം ഒരു ഇലുമിനേറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇലുമിനേറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഇതിനെ നമുക്ക് ഒരു ലൈറ്റ് ഇലുമിനേറ്റർ എന്ന് വിളിക്കാം. ഈ ലൈറ്റ് ഇലുമിനേറ്റർ അല്ലെങ്കിൽ ഈ മൈക്രോസ്കോപ്പിക് ഇലുമിനേറ്റർ വഴിയാണ് ലൈറ്റ് ഈ ഒരു വേയിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് കണ്ടൻസർ. കണ്ടൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം, ലൈറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടൻസർ ലെൻസ് ലൈറ്റിനെ കളക്ട് ചെയ്ത് അതിനെ ആ ഒരു ഇലുമിനേറ്ററിൽ നിന്ന് വരുന്ന ലൈറ്റിനെ സ്പെസിമനിലേക്ക് ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കണ്ടൻസർ ആണ്. യൂഷ്വലി സ്റ്റേജിന്റെ അടിഭാഗത്തായിട്ടായിരിക്കും കണ്ടൻസർ ലെൻസസ് കാണുന്നത്. അതിന്റെ മാഗ്നിഫിക്കേഷൻ 400x ആൻഡ് എബവ്, 400x അതിന് മുകളിലോ ആണ് കണ്ടൻസറിന്റെ മാഗ്നിഫിക്കേഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കണ്ടൻസർ ഇതിനു മുമ്പും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്. കണ്ടൻസർ ഫോക്കസ് നോബ്. കണ്ടൻസറിനെ മൂവ് ചെയ്യിക്കാനായിട്ടുള്ളൊരു നോബ് ഉണ്ട്, അതിനെയാണ് കണ്ടൻസർ ഫോക്കസ് നോബ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഡയഫ്രം. ഡയഫ്രത്തിന്റെ മറ്റൊരു പേരാണ് ഐറിസ്. ഐറിസ് എന്ന് വിളിക്കുന്നത് ഡയഫ്രത്തിനെയാണ്. സ്റ്റേജിന്റെ താഴെയായിട്ടാണ്, മൈക്രോസ്കോപ്പിക് സ്റ്റേജിന്റെ താഴെയായിട്ടായിരിക്കും നമ്മൾ ഈ ഡയഫ്രം കാണുന്നത്. ഈ ഡയഫ്രം ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് റേസ് സ്പെസിമെനിലോട്ട് എത്തത്തില്ല. അതേപോലെ എത്ര ഇന്റൻസിറ്റിയിൽ ലൈറ്റ് റേസ് വേണം എന്നൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഈ ഡയഫ്രം. നെക്സ്റ്റ് അബേ കണ്ടൻസർ. ഇതെന്ന് പറയുന്നത് ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി മൈക്രോസ്കോപ്പിന് വേണ്ടിയിട്ടുള്ള കണ്ടൻസർ ആണ് അബേ കണ്ടൻസർ. ഇതിന്റെ മാഗ്നിഫിക്കേഷൻ എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടൻസർ ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ 400 ഓർ എബവ് ആയിരിക്കുന്നു. ഈ ഒരു അബേ കണ്ടൻസറിന്റെ മാഗ്നിഫിക്കേഷൻ എപ്പോഴും എബവ് 400x ആയിരിക്കും. ഓർത്തിരിക്കണം, എബവ് 400x ആണ് അബേ കണ്ടൻസറിന്റെ മാഗ്നിഫിക്കേഷൻ. So these are the parts of microscope. First one is eyepiece or ocular. This one is nose piece. Then third one is objective lenses. Fourth, coarse focus ആണ്. Fifth, fine focus ആണ്. കോഴ്സ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ഫൈൻ അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള നോബുകളാണ് അത് രണ്ടും. ഇനി 6th വൺ എന്ന് പറയുന്നത് സ്റ്റേജ് ആണ്. 7th വൺ ഇലുമിനേറ്റർ ആണ്. 8th ഡയഫ്രം ഉണ്ട്, കണ്ടൻസറും ഉണ്ട്. ഡയഫ്രം ഉണ്ട്, കണ്ടൻസറും ഉണ്ട്. ദെൻ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു റിയോസ്റ്റാറ്റ് കാണാൻ പറ്റും. ലൈറ്റിന്റെ ഇന്റൻസിറ്റിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു റിയോസ്റ്റാറ്റും കാണാൻ സാധിക്കും. ഇവിടെ ഇലുമിനേറ്ററിൽ നിന്നായിരിക്കും ലൈറ്റ് വരുന്നത്. സോ ഇലുമിനേറ്റർ, റിയോസ്റ്റാറ്റ്, ഇത് രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. Refractive index is a measure of how greatly a substance slows the velocity of light, and the direction and magnitude of bending is determined by refractive indexes of the two media forming the interface. രണ്ട് മീഡിയ, ഇപ്പം രണ്ട് മീഡിയത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്നതാണ് എന്ത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതിപ്പം എയറും വാട്ടറും, എയറിൻ്റെയും വാട്ടറിൻ്റെയും നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഫിസിക്സിലൊക്കെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് രണ്ടും 2 ആണ്. സോ ഇവിടെ നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ കേസ് എടുക്കുമ്പോൾ, സാധാരണ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പം സ്ലൈഡിനും
ഒബ്ജക്റ്റീവ് ലെൻസിനും ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട്. ഇവിടുത്തെ മീഡിയം സ്ലൈഡിൻ്റെ എന്ന് പറയുമ്പോൾ ഗ്ലാസ് ആണ്. ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏകദേശം 1.5 ആണ്. ബട്ട് എയർ ആണ് ഇവിടുത്തെ മീഡിയം, ഇടയ്ക്കുള്ള മീഡിയം. ആ ഇടയ്ക്കലത്തെ മീഡിയം അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓൾമോസ്റ്റ് ഒരു 1 ആണ്. സോ 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ റെസൊല്യൂഷനെ, ആ ഒരു പവറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? The ability of a lens to separate or distinguish between small objects that are close together. നല്ല ക്ലിയർ ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റുക, ബേസിക്കലി എത്രയേ ഉള്ളൂ. ക്ലിയർ ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഹൈ റെസൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാം. അടുത്തടുത്തിരിക്കുന്ന 2 സ്മോൾ ഒബ്ജക്ട്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റുകയാണെങ്കിൽ അതിനെ നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നു. നമ്മൾ സയന്റിസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഫിസിസിസ്റ്റ് ആണ്. ഏണസ്റ്റ് അബേ എന്നാണ് പേര്. അദ്ദേഹം 1870s മൈക്രോസ്കോപ്പിന്റെ ഒപ്റ്റിക്കൽ തിയറിയിൽ സ്റ്റഡീസ് ഒക്കെ നടത്തി ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നു. അതിനെയാണ് നമ്മൾ അബേ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അബേ ഇക്വേഷൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. D is equal to 0.5 lambda divided by n sin theta. ഇവിടെ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? വേവ് ലെങ്തിനെയാണ് ലാംഡ എന്ന് വിളിക്കുന്നത്. എൻ സൈൻ തീറ്റ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ അപ്പർച്ചർ ആണ്. ഡി 2 ഒബ്ജക്ട്സ് തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് വിളിക്കുന്നത്. ഇനി എൻ സൈൻ തീറ്റ എന്ന് നമ്മൾ പറഞ്ഞു. അതിലെ angle of cone of light that can enter a lens depends on the refractive index of the medium. മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെയാണ് എൻ എന്ന ലെറ്റർ കൊണ്ടിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി തീറ്റ, സൈൻ തീറ്റ എന്ന് പറയുന്നത് അവിടെ ആ ഒരു കോൺ ഉണ്ടല്ലോ, ലൈറ്റ് വരുമ്പം, ലൈറ്റ് ഇലുമിനേറ്റ് ചെയ്യുമ്പം, ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ലൈറ്റ് റേസിൻ്റെ ഉണ്ടാകുന്ന അവിടെ ഒരു ആംഗിൾ ഉണ്ടായിരിക്കും. ആ ഒരു കോണിൻ്റെ, ആ കോൺ ആംഗിളിൻ്റെ ഹാഫ് ആണ് നമ്മളിവിടെ തീറ്റയായിട്ട് എടുക്കുന്നത്. യൂഷ്വലി എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ അവിടെ സൈൻ തീറ്റ ഒരിക്കലും എന്താകാൻ പാടില്ല, 1ൽ കൂടാൻ പാടില്ല. ദാറ്റ് മീൻസ് മാക്സിമം എത്രയായിരിക്കണം? 90 ഡിഗ്രി. സൈൻ 90 എന്ന് പറയുന്നത് എത്രയാണ്? സൈൻ 90 ഈക്വൽസ് 1. സോ മാക്സിമം 90 ഡിഗ്രി വരെ വരാൻ പാടുള്ളൂ. സോറി. നോ ലെൻസ് വർക്കിംഗ് ഇൻ എയർ ക്യാൻ ഹാവ് എ ന്യൂമറിക്കൽ അപ്പർച്ചർ ഗ്രേറ്റർ ദാൻ 1. ഇത് നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലി, പക്ഷെ നമുക്ക് അങ്ങനെ പോരല്ലോ, നമുക്ക് ആ ഒരു ന്യൂമറിക്കൽ അപ്പർച്ചർ ഒരു 1 എബോവ് ആക്കണം, അതിൽ നിന്നും കൂട്ടണം, മോർ റെസൊല്യൂഷൻ വേണം, ഹയർ റെസൊല്യൂഷൻ അച്ചീവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രാക്ടിക്കൽ വേയിൽ കൂടെ ഇത് സാധിക്കും. അവിടെയാണ് നമ്മുടെ 100x മൈക്രോസ്കോപ്പിന്റെ യൂസ് വരുന്നത്. ഇവിടെ നമ്മൾ ഇൻ ബിറ്റ്വീൻ ആ ഒരു ഒബ്ജക്റ്റീവ് ലെൻസിനും നമ്മുടെ സാമ്പിളിനും ഇടയ്ക്കുള്ള മീഡിയം ഓയിലാണ് എടുക്കുന്നത്. ഓയിൽ ഇമേർഷൻ, നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും മൈക്രോബയോളജി ലാബുകളിൽ ഓയിൽ ഇമേർഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും സ്റ്റെയിനിങ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ. ബേസിക്കലി മിക്കവാറും ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിൻ്റെയൊക്കെ കേസിൽ നമ്മൾ ഓയിൽ ഇമേർഷൻ യൂസ് ചെയ്യാറുണ്ട്. അതിൽ നമുക്കറിയാം ആ ഓയിലിൽ വന്ന് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് ടച്ച് ചെയ്യും. 100x വന്നിങ്ങനെ ടച്ച് ചെയ്യും. ടച്ച് ചെയ്യുന്ന സമയത്താണ് നമുക്കത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്നത്. ഇങ്ങനെ നടക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓയിലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണെന്ന്. ഇവിടെ ഈ ഓയിലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും 1.5 തന്നെയാണ്. സോ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനൊരു ചേഞ്ച് സംഭവിക്കുന്നില്ല. ഇനി നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യാറുള്ള 100x ഓയിൽ ഇമേർഷന് വേണ്ടി യൂസ് ചെയ്യാറുള്ള ഓയിൽ എന്ന് പറയുന്നത് സെഡാർ വുഡ് ഓയിലാണ്. സെഡാർ ഓയിൽ എന്നാണ് അവിടെ കിടക്കുന്നത്. സെഡാർ വുഡ് ഓയിലാണ്. സെഡാർ വുഡ് ഓയിലാണ്.
ലേക്ക ഇമേഴ്ഷൻ ഓയിലും റെയർലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ 2 ഓയിൽസ് ആണ്, സെഡാർ വുഡ് ഓയിലും ലേക്ക ഇമേഴ്ഷൻ ഓയിലും. സോ അപ്പം നമ്മൾ എയറിനെ നമ്മൾ ഓയിൽ കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിയുമ്പം ന്യൂമറിക്കൽ അപ്പർച്ചറും റെസല്യൂഷനും അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, വിത്ത് ഓയിൽ ഇമേഴ്ഷനും വിത്തൗട്ട് ഓയിൽ ഇമേഴ്ഷനും. വിത്ത് ഓയിൽ ഇമേഴ്ഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് ഹൈ റെസല്യൂഷനിൽ വ്യൂ ചെയ്യാൻ പറ്റും. ഇവിടെ വിത്തൗട്ട് ഓയിൽ ഇമേഴ്ഷൻ ഇല്ലെങ്കിൽ ഇവിടെ ഒരു റിഫ്രാക്ഷൻ എന്ന പ്രോസസ്സ്, അതായത് ബെൻഡിങ് ഓഫ് ലൈറ്റ്സ് നടക്കും, പ്രോപ്പറായിട്ടും ക്ലിയർ ആയിട്ടും വ്യൂ ചെയ്യാൻ കഴിയില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഓയിൽ ഇമേഴ്ഷൻ യൂസ് ചെയ്യുമ്പോഴുള്ള അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ വ്യൂ ചെയ്യാൻ സാധിക്കത്തില്ല. നെക്സ്റ്റ്, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി. A dark field microscope is a bright field microscope that has a small but significant modification to the condenser. കണ്ടൻസറിന്, അതായത് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിന്റെ കണ്ടൻസറിന് മോഡിഫിക്കേഷൻ സംഭവിച്ചിരിക്കുന്ന ആ മൈക്രോസ്കോപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്ന്. അപ്പം ബേസിക്കലി ഇതെന്താണ്? നമ്മുടെ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് തന്നെ, പക്ഷേ ഇതിന്റെ കണ്ടൻസറിനാണ് ചേഞ്ച് ഉള്ളത്. A small opaque disc is placed between the illuminator and condenser lens. ഇലുമിനേറ്ററിനും കണ്ടൻസർ ലെൻസിനും ഇടയ്ക്കൊരു സ്മോൾ ഒപ്പേക്ക് ഡിസ്ക്, ഇവിടെ ഒരു 1 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ഡിസ്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. This opaque light blocks most of the light from the illuminator as it passes through the condenser, so on its way to the objective lens, producing a hollow cone of light that is focused on the specimen. അപ്പോൾ കുറേ ലൈറ്റ് റേസിനെയൊക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലോക്ക് ചെയ്യുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഒരു ഹോളോ കോൺ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ലൈറ്റ് കൊണ്ടൊരു ഹോളോ കോൺ ആണ് ഫോം ചെയ്യുന്നത്. സോ ഇതിന്റെ റിസൾട്ടായിട്ട് ഇപ്പം എന്തായിരിക്കും? നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്ക് ആകാൻ സാധ്യതയുണ്ട്. അതേപോലെ നമ്മുടെ ഒബ്ജക്റ്റ് എങ്ങനെ ആയിരിക്കും? കുറച്ച് ബ്രൈറ്റ് ആയിട്ട്. ഈ ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഒബ്ജക്ട്സ് മോർ ബ്രൈറ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി എന്ന് വിളിക്കുന്നത്. അവിടെ നോക്കിയാൽ നമുക്ക് കാണാം അതിൻ്റെ സ്ട്രക്ചർ. ലൈറ്റിൻ്റെ ട്രാൻസ്മിഷൻ ആണ്. ലൈറ്റ് സോഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ഒപ്പേക്ക് ലൈറ്റ് സ്റ്റോപ്പ് ഉണ്ട്. അവിടുന്ന് ഒരു റിഫ്രാക്ഷൻ സംഭവിച്ച് ലൈറ്റ് റേസ് റിഫ്രാക്റ്റ് ചെയ്തു പോകുന്നു കണ്ടൻസർ ലെൻസിൻ്റെ ഇവിടുന്ന്. അത് ഇവിടെ നേരെ റിഫ്രാക്റ്റ് ചെയ്ത ഇത് നേരെ ചെന്ന് ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ സാമ്പിളിൽ ചെന്ന് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് ഫോക്കസ് ചെയ്തു അവിടുന്ന് നമുക്ക് ഇത് പിന്നീട് വ്യൂ ചെയ്യാൻ സാധിക്കും. ഒബ്ജക്റ്റീവ് ലെൻസിലോട്ട് വീണ്ടും അത് പോകും. ഈ ലൈറ്റ് ഇങ്ങനെ ഇലുമിനേറ്റ് ചെയ്ത്. സോ നമുക്ക് ആ ഒരു സെൻറ്റർ പോർഷനിൽ സാമ്പിളുള്ള ഏരിയ മോർ ഒബ്ജക്ട്സ് ഒക്കെ മോർ ബ്രൈറ്റ് ആയിട്ടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കളറിലായിരിക്കും ഡാർക്ക് കളറിലായിരിക്കും നമ്മൾ വ്യൂ ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫിഗർ കാണാം. Dark field microscopy can often create high contrast, high resolution images of specimen without the use of stains. യൂഷ്വലി നമ്മൾ ഈ നെഗറ്റീവ് സ്റ്റെയിനിങ് ഒക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബ്രൈറ്റ് ആയിട്ടൊക്കെ കാണുന്നത്. സോ ഈ സ്റ്റെയിൻസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്കിങ്ങനെ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മോർ റെസല്യൂഷനിൽ ഒബ്ജക്ട്സ് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മൾ മോസ്റ്റ്ലി നമ്മളിങ്ങനെ വ്യൂ ചെയ്യുന്നത് ട്രിപ്പോനീമ പലിഡം ആണ്. ഒരു സ്പൈറോക്കീറ്റ് ആണ്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് കോസ് ചെയ്യുന്ന സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസായ സിഫിലിസ് കോസ് ചെയ്യുന്നതാണ് ട്രിപ്പോനീമ പലിഡം. ഇതിനെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഡാർക്ക് ഫീൽഡിലാണ്. കാരണം ഇത് സ്പൈറോക്കീറ്റ് ആണ്. ഇങ്ങനെ സ്പൈറൽസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് വ്യൂ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി.
ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു ഡച്ച് ഫിസിസിസ്റ്റ് ആണ്, ഫ്രിറ്റ്സ് സെർനൈക്ക് എന്ന് പറയുന്ന ഒരു ഡച്ച് ഫിസിസിസ്റ്റ് ആണ് 1934 ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ കോൺട്രാസ്റ്റ് ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ആയിരിക്കും ഇവർ നമുക്ക് തരുന്നത് വിത്തൗട്ട് സ്റ്റെയിനിങ്. സ്റ്റെയിൻ ചെയ്ത് നമുക്ക് ഇങ്ങനെ രണ്ട് കോൺട്രാസ്റ്റിൽ, രണ്ട് കളറിൽ അല്ലെങ്കിൽ രണ്ട് ഇതിൽ കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ സ്റ്റെയിൻസ് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിയിൽ ഹൈ റെസൊല്യൂഷനിൽ ഹൈ കോൺട്രാസ്റ്റിൽ ഇമേജസ് കാണാൻ സാധിക്കും. കോൺട്രാസ്റ്റ് ഇൻ ദ സെൻസ് എന്താ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അല്ലേ, ഒന്നിന് കോൺട്രാസ്റ്റ് ആയിട്ട് വേറെണ്ണം. ഒബ്ജക്റ്റിന്റെ പോലെ ആയിരിക്കത്തില്ല ബാക്ക്ഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ടിന്റെ പോലെ ആയിരിക്കത്തില്ല ഒബ്ജക്റ്റ്, രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് പോകാതെ കോൺട്രാസ്റ്റ് ഇമേജസ് ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്നത്. ദിസ് ടെക്നിക് ചേഞ്ചസ് ദ ബ്രൈറ്റ്നസ് പാസിംഗ് through a transparent specimen in the image. This change of brightness is called phase shift. അതായത് ഈ ടെക്നിക്കിൽ നമ്മൾ ഈ ഒരു ടെക്നിക്കിൽ കൂടെ ഇതിൻ്റെ ട്രാൻസ്പെറൻസി നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്, സ്പെസിമെൻ്റെ ട്രാൻസ്പെറൻസി നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫേസ് ഷിഫ്റ്റ്. ഫേസ് ഷിഫ്റ്റ് എന്നാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നത്. യൂഷ്വലി നമ്മൾ ഈ ഒരു ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിയിൽ ലൈറ്റ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ടങ്സ്റ്റൺ ട്യൂബ്സ് അല്ലെങ്കിൽ ടങ്സ്റ്റൺ ലാമ്പുകളാണ്. ഓർത്തിരിക്കണം, ടങ്സ്റ്റൺ ലാംപ്സ് ആണ് ഇവിടുത്തെ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോർ ക്ലിയർ ആയിരിക്കും. ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് വരുന്നു, ദെൻ എന്താ ആനുലാർ സ്റ്റോപ്പ് ഇൻ ദ കണ്ടൻസർ പ്രൊഡ്യൂസ് ഒരു കോൺ ലൈറ്റ് ഫോക്കസ് ചെയ്യുന്നു നമ്മുടെ സ്പെസിമെനിലേക്ക്. ദെൻ സ്പെസിമെനിൽ നിന്ന് ഡിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് ആണ് ഈ യെല്ലോ കളറിൽ. ലൈറ്റ് റേസ് ഒന്നുകിൽ ഡിഫ്രാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. സോ ഇങ്ങനെ പോകുന്നു. ദെൻ ഒബ്ജക്റ്റീവ് ലെൻസിൽ എത്തുന്നു. ഒബ്ജക്റ്റീവ് ലെൻസിൽ വെച്ചിട്ട് ഇതേപോലെ ലൈറ്റ് റേസ്, കുറേ ലൈറ്റ് റേസ് ഒക്കെ എന്താകുന്നുണ്ട്, ഡിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതും ഒരു കോൺ ഫോം ചെയ്യുന്നുണ്ട്. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, അൺഡിഫ്രാക്റ്റഡ് റേസ് ഉണ്ട്. സോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഡിഫ്രാക്റ്റഡ് ആൻഡ് അൺഡിഫ്രാക്റ്റഡ് റേസ് ആയിരിക്കും. ദെൻ ഫേസ് പ്ലേറ്റിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒന്നുകിൽ എന്ത് ചെയ്യും, ഇവർ തമ്മിൽ ഈ രണ്ട് ഫേസസ് താഴേക്ക് വരുന്നത് ഈ ബ്ലൂ കളറിൽ കാണുന്നത് അൺഡിഫ്രാക്റ്റഡ് റേസ് ആണ്. ഈ ഒരു കോൺ ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും, അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് ആഡ് ചെയ്ത് ഒരു ഇമേജ് നമുക്ക് ക്ലിയർ ആയിട്ട് വ്യൂ ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടെ അപ്പം നമ്മളിങ്ങനെ വ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ലൈവ് സെൽസ് ഒക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ട്രാൻസ്പെറൻ്റ് ആയിട്ട് സെൽസിനെയൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. യൂഷ്വലി മൈക്രോബിയൽ മോട്ടിലിറ്റി സ്റ്റഡീസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. കുറച്ചൊന്നൊരു ബ്രൈറ്റ് ആയിട്ട് ഒരു ലൈറ്റ് കളറിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്കൊരു ഏരിയയിൽ ഇങ്ങനെ നമുക്ക് ഓർഗാനിസംസ് അല്ലെങ്കിൽ നമ്മുടെ സാമ്പിൾസ് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി ആണ്. ഇപ്പൊ തന്നെ ക്ലാസ് ഒരുപാട് നീണ്ടുപോയി, അതുകൊണ്ട് നമ്മൾ ബാക്കി ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിയുടെ ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നെക്സ്റ്റ് ഒരെണ്ണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ഇത് ഇത്രയും നന്നായിട്ട് പഠിക്കുക.